എൻ്റെ പേര് ഹേമ അനിൽ. ഇതെൻ്റെ അമ്മയാണ്, പേര് ആനന്ദ ഭാസ്കർ. എൻ്റെ ഭർത്താവ് PC അനിൽകുമാർ, പിറവത്ത് ആധാരം എഴുതുന്നു. ഒരു മകനുണ്ട്, MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെ, നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരു കുടിവെള്ളം കൊടുക്കാനുള്ള ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോൻ. ഇത് കുറേ കാലമായിട്ട് അമ്മ തന്നെ അമ്മയുടെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വൈക്കത്തുനിന്ന് കൊണ്ടുവന്ന് ഇത് നട്ടേക്കണതാണ്. 3-4 തവണ കൊണ്ടുവന്ന് നട്ടിട്ടും ഇത് പിടിച്ചില്ല. ലാസ്റ്റ് എന്തായാലും ഒരു അനുഗ്രഹം പോലെ നമ്മൾക്കിത് പിടിച്ചു കിട്ടി. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ കളയാതെ ഞങ്ങൾ സൂക്ഷിക്കും. പരമാവധി നല്ല രീതിയിൽ എല്ലാവരും തന്നെ ഇത് നട്ടു വളർത്തിയെടുക്കുക. ആയുർവേദ മരുന്നിന് സാധാരണ എല്ലാവരും ഇവിടുന്ന് വെച്ചുകൊണ്ട് പോകാറുണ്ട്. ഇത് വേദനയ്ക്ക് ഇതിൻ്റെ ഇല ചൂടാക്കി വേദനയുള്ള സ്ഥലത്ത് വെച്ച് കെട്ടും. അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ ഈ മുറിവെണ്ണ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഔഷധത്തിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാധാരണ കുഴിനഖത്തിന് ഇതിൻ്റെ പശ പൊടിച്ച് ഇതിൻ്റെ പശ കുഴിനഖത്തിന് പറ്റാറുണ്ട്. പഴയ ആൾക്കാർ ചെയ്തതാണ്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തോ അറിയില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇതൊരു ഔഷധ മരുന്നാണെന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചത്. ആദ്യം 1-2 തവണ നമ്മൾ കൊണ്ടുവന്ന് നട്ടെങ്കിലും ഇത് പിടിച്ചൊന്നുമില്ലായിരുന്നു. പക്ഷെ വളരെ പണിപ്പെട്ട് നമ്മളിത് നട്ടു വളർത്തിയെടുത്ത് ഇതേ രൂപത്തിലാക്കിയെടുത്തു. ഇത് ഒരുപാട് റോഡ് സൈഡിലേക്കും കവർ ചെയ്ത് കിടക്കണുണ്ട് നമ്മൾ. പക്ഷെ അത് വെട്ടിക്കളയാതെ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയേച്ച് നമ്മളോട് വീട്ടിൽ കയറി വന്ന് പറഞ്ഞിട്ടും അല്ലാതെയും തന്നെ ആൾക്കാർ ഒരുപാട് ഇത് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൻ്റെ വില നന്നായിട്ട് മനസ്സിലായത് കൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ നനച്ച് നട്ടു വളർത്തി എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് പരിപാലിച്ച് ഞങ്ങൾ കൊണ്ടുവരുവാണ്. പിന്നെ ഞങ്ങളിത് അമ്പലത്തിലും ഇതിൻ്റെ പൂവ് പറിച്ച് ഭഗവാന് മഹാദേവന് ഞങ്ങൾ മാലയായിട്ട് കെട്ടിക്കൊടുക്കും, അല്ലാതെ പൂവായിട്ടും കൊടുക്കും. അങ്ങനെ 2 തരത്തിൽ ഇതിൻ്റെ ഉപയോഗങ്ങളുണ്ട്. ഔഷധമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അമ്മ കാലിൽ വേദന വരുമ്പോഴൊക്കെ ഇത് വെച്ച് കെട്ടി നന്നായിട്ട് അമ്മയ്ക്ക് വേദന മാറാറുണ്ട്. മുറിവെണ്ണയ്ക്കായിട്ട് ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നാൾ ഒരു ചേട്ടൻ രാമമംഗലം ഭാഗത്തുനിന്ന് വന്ന് മുറിവെണ്ണ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് കുറേ ഇല ആയിട്ട് നന്നായിട്ട് പറിച്ചുകൊണ്ട് പോയി. കമ്പ് ഒരുപാട് പേര് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആർക്കും ഇത് പിടിക്കുന്നില്ല എന്നാണ് പറയണേ. ഇതിൻ്റെ വയലറ്റ് കളറും ഉണ്ട്. പക്ഷെ അത് സാധാരണ മരുന്നിന് അങ്ങനെ ഉപയോഗിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വെള്ളയാണ് മരുന്നിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്യും എല്ലാവർക്കും. അതുപോലെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആ ഇല ഒടിച്ച് അതിനകത്തുനിന്ന് വരുന്ന ആ പശ നമ്മൾ കുഴിനഖത്തിൻ്റെ ഇടയ്ക്ക്, വിരലിൻ്റെ ഇടയ്ക്ക് കുഴിനഖം വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് നമുക്ക് കുറവ് കിട്ടും. അതുപോലെ ഏറ്റവും നല്ലൊരു ഔഷധമായിട്ട് ഇതിനെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ എല്ലാവരും ഇത് പരമാവധി നമ്മുടെ വീടുകളിൽ തരിശായി കിടക്കുന്ന സ്ഥലത്തെല്ലാം ഇത് നട്ടുപിടിപ്പിച്ച് ഇതിനെ ഒരു നല്ല ഔഷധമാക്കി മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത് എല്ലാവർക്കും നന്നായി ഗുണം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണിത്. അതുപോലെ തന്നെ ഈ ഔഷധച്ചെടി പുതിയ തലമുറയിലായിട്ടുള്ള കുട്ടികൾക്ക് ഒട്ടും തന്നെ ഇത് എന്താണ് എന്നാൽ എന്താണെന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. അപ്പോൾ അത് സ്കൂളുകളിലാണെങ്കിൽ തന്നെയും അവർക്ക് ഇതേക്കുറിച്ച് ഒരു ക്ലാസ് കൊടുത്ത് നന്നായിട്ട് സ്കൂളിൽ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ പരമാവധി ഇതിനെ നട്ടു വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ വിദേശത്തു നിന്നും വിദേശികളായ സായിപ്പന്മാരെന്ന് പറയാം, അവർ വന്ന് നമ്മുടെ പല മരുന്നുകളും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മളിത് മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് വേണം പറയാൻ. അതുപോലെ ആവാതെ നമ്മളിതിനെ പരമാവധി നമ്മുടെ വീടുകളിലും പുതിയ തലമുറകളിലും ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ഈ ഔഷധത്തിൻ്റെ മേന്മ മനസ്സിലാക്കി കൊടുത്ത് ഇതിനെ നമ്മൾ കൂടുതലായിട്ട് വീണ്ടും തഴച്ചു വളർത്തി എന്ന് പറഞ്ഞ മാതിരി പുതിയ തലമുറയ്ക്കും നമ്മൾക്കും ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഔഷധം ഇതാക്കി മാറ്റിയെടുത്ത് നമ്മളതിനെ ഉപയോഗപ്പെടുത്തണം.